ാണ് സത്രവേദിയിൽ എല്ലാ വർഷവും പ്രഭാഷണത്തിന് എത്താറുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. സദ്ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കസ്തൂരീതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുക്കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയദേ ഗോപാലചൂടാമണി അസ്തി സ്വസ്തരണീകരാഗ്രവികലത്കൽപ്പപ്രസൂനാപ്ലുതം വസ്തുപ്രസ്തുതവേണുനാദലഹരി നിർവാണ നിർവ്യാകുലം സ്രസ്തസ്രസ്തനിബദ്ധനീ വിവിലസൽഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തനതാപവർഗമഖിലോദാരം കിശോരാകൃതി ഭൂതേർമഹദ്ഭര്യൈ മാ പുരോ വിഭു നിർമായശേതേ യദമോഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. നാരായണ 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 നാരായണ. സനാതന ധർമ്മവിശ്വാസികളായ ഹിന്ദുധർമ്മവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രമാണഗ്രന്ഥമാണ് വേദം. ശ്രുതി എന്ന് പറയും. കേട്ട് പഠിക്കുന്നത് കൊണ്ട്, ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി, കേട്ട് പഠിക്കുന്നത് കൊണ്ട് ശ്രുതി. വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനന് വ്യാസൻ എന്നു പേരുണ്ടായി. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗിക്കുക. വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്നു പേരുണ്ടായി. പിന്നീട് നമ്മുടെ പ്രമാണഗ്രന്ഥമാണ് ശ്രുതികൾ. കഴിഞ്ഞാൽ സ്മൃതികൾ. സ്മൃതികൾ അനേകം സ്മൃതികളുണ്ട്. ഋഷീശ്വരന്മാരുടെ ഒക്കെ പേരുകളിൽ സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. പരാശര സ്മൃതി, അത്രിസ്മൃതി, ആപൽസ്തംഭ സ്മൃതി, മനുസ്മൃതി. മനുസ്മൃതി നമ്മൾക്ക് പരിചയമുണ്ട്. ഇങ്ങനെ ശ്രുതി, സ്മൃതി. പിന്നീട് വേദാന്തം. വേദാനാമന്തഃ വേദാന്തം. വേദങ്ങളുടെ അന്ത്യഭാഗം ജ്ഞാനകാന്ഡം, ജ്ഞാനകാന്ഡമായ ഉപനിഷത്തുകൾ. അത് ലക്ഷത്തിലധികം എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം 110 എണ്ണമൊക്കെ പുസ്തക രൂപത്തിൽ കിട്ടും. അങ്ങനെ ശ്രുതി, സ്മൃതി, പുരാണം. പിന്നീട് വരുന്നതാണ് പുരാണങ്ങൾ. പുരാണങ്ങൾ പ്രധാനപ്പെട്ടവ 18, ഉപപുരാണങ്ങൾ 18. ഭാഗവത പുരാണം, ഭവിഷ്യപുരാണം, മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വിഷ്ണുപുരാണം, വരുണപുരാണം, വായുപുരാണം, വാമനപുരാണം, അഗ്നിപുരാണം, നാരദപുരാണം, കൂർമ്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, സ്കന്ദപുരാണം, പത്മപുരാണം. ഇങ്ങനെ പ്രധാനപ്പെട്ട പുരാണങ്ങൾ 18. അതിൽ തന്നെ പരമപ്രധാനം ശ്രീമദ് ഭാഗവതം. മറ്റു പുരാണങ്ങളൊക്കെ ചമച്ചിട്ടും മനസ്സിന് ഒരു സന്തോഷം വരാതെ, കൃതകൃത്യത വരാതെ, ഇനിയും തനിക്ക് എന്തോ ചെയ്യുവാനുണ്ട് എന്ന് തോന്നിയിരിക്കുന്ന അവസ്ഥയിൽ വ്യാസമഹർഷി ചമച്ച പുരാണം
ഭാഗവതം. ശ്രീമദ് ഭാഗവതം 18, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകവും. എണ്ണി നോക്കിയാൽ 18,000 ശ്ലോകം കിട്ടില്ല. 32 അക്ഷരത്തിന് ശാസ്ത്രഭാഷയിൽ ഒരു ഗ്രന്ഥമെന്ന് പറയും. അങ്ങനെ 18,000 ഗ്രന്ഥമാണ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ആചാര്യൻ പറഞ്ഞു, സമർപ്പിച്ചു ശിവകുമാർ സാറ്, ദ്വിതീയ സ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരീക്ഷിത്ത് മഹർഷിയുടെ പരീക്ഷിത്തിൻ്റെ ചോദ്യം, ഈ ചോദ്യം എന്ന് പറയുന്നത് സകല പേരും ധരിച്ചിരിക്കേണ്ടതാണ്, നമുക്ക് വേണ്ടിയുള്ള ചോദ്യം തന്നെയാണ്. ആ ശ്രീശുകൻ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തെ വളരെ അഭിനന്ദിച്ചിട്ടാണ് മറുപടി പറയാൻ ആരംഭിച്ചത്. അല്ലയോ രാജാവേ, ഈ യോഗത്രയങ്ങളുടെ ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നു തന്നെയാണ്. ദേഹവിയോഗ സമയത്ത് മനസ്സിനെ ഈശ്വരങ്കൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക. അത് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാരായണ സ്മരണയോടുകൂടി മരിച്ചാൽ ഇനി ജനിക്കേണ്ടി വരില്ല. മോഹം ക്ഷയിച്ചു മരിച്ചാൽ മോക്ഷമായി. അത് പക്ഷെ അത്ര എളുപ്പമല്ല. അതിനെ ഉദാഹരിക്കുന്ന അനേകം കഥകൾ പുരാണങ്ങളിലുണ്ട്. പുനർജന്മത്തിൻ്റെ കഥകൾ, മാനിൻ്റെ ജഡഭരതൻ്റെ കഥയൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. ഇപ്പം ഈ ദേഹവിയോഗ സമയത്ത് ഈശ്വരങ്കൽ മനസ്സുറപ്പിച്ച് നിർത്തണം. അതിനുവേണ്ടിയാണ് പണ്ട് കാലത്തൊക്കെ മരണാസന്നനായി കിടക്കുന്ന ആളുകളുള്ള വീടുകളിൽ സൽഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം തൊട്ടു ജപിക്കുന്നതുമൊക്കെ. ആ ശരീരിക്ക് ഈശ്വരസ്മരണയോടുകൂടി ഈ ദേഹത്തെ വിട്ടു പോകാൻ സാധിക്കണം. ഇപ്പോൾ അങ്ങനെയല്ല, ചത്ത് കഴിഞ്ഞിട്ടാണ് രാമായണവും ഭാഗവതവും ഒക്കെ വായിപ്പിക്കുക. ആരെയും ഒരു കൂലിക്കാരനെ വിളിച്ചിരുത്തി വെളുക്കുന്നവരെ അയാളെ കൊണ്ട് വായിപ്പിക്കും. അവിടെ വേറെ ആരും കാണില്ല, മക്കൾക്കൊക്കെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ വേണം മരിക്കാൻ, എങ്ങനെ വേണം ജീവിക്കാൻ, ഇത് നമ്മളെ ഭാഗവതം പഠിപ്പിക്കുന്നു. യഥാ വാതോ നിവാതസ്തോ നെങ്കതേ സോമപായിതി. ഉപനിഷത്ത് പറയും, കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിച്ചു വെച്ച ഒരു ദീപം എങ്ങനെ ഇളക്കമില്ലാതെ നിൽക്കുന്നുവോ അതുപോലെ മനസ്സ് ഈശ്വരനിൽ ഉറച്ചു നിൽക്കുന്ന അവസരത്തിൽ ഈ ദേഹത്തെ വിട്ട് ദേഹി പോയാൽ ഇനി ജനിക്കേണ്ടി വരില്ല. അതാണ് മോക്ഷം. അല്ലെങ്കിൽ എന്തു പറ്റും? 84 ലക്ഷം സ്പീഷീസുകളാണ് ഭൂമിയിൽ, ജീവിവർഗങ്ങളാണുള്ളത് ഭൂമുഖത്ത്. അട്ടയായും പുഴുവായും പാറ്റയായും പല്ലിയായും ഒക്കെ ജനിച്ചു മരിച്ചതിന് ശേഷമാണ് ശ്രേഷ്ഠമായി മനുഷ്യജന്മം കിട്ടുന്നത്. ബാക്കിയെല്ലാം തിര്യക്കുകളാണ്. തല നേരെ നിൽക്കാനോ ചിരിക്കാനോ വിവേചിച്ചറിയാനോ ഒന്നുമുള്ള കഴിവ്, ശേഷി അവയ്ക്കൊന്നിനുമില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ചു നിന്ന് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ ജന്മം കൊണ്ട് തന്നെ സൽക്കർമ്മമനുഷ്ഠിച്ച് ഇനി ജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി
ജഠരേ ശയനം. പക്ഷേ ജനനീ ജഠരേ ശയനം ആവണമെന്നില്ല. അടുത്തത് മനുഷ്യജന്മമാണെങ്കിലല്ലേ അമ്മയുടെ വയറ്റിൽ കിടക്കാൻ പറ്റൂ. അടുത്തത് മനുഷ്യജന്മമാകണമെന്നില്ല. ഈ കർമ്മത്ത് ചെയ്തതായ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള ജന്മമാണ് അടുത്ത ജന്മത്തിൽ കിട്ടുക. ഇവിടെ ഈ സുഹൃതികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും വന്നിരിക്കുവാൻ സാധിക്കുന്നത് തന്നെ ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ജന്മജന്മാന്തരങ്ങളിൽ സുകൃതം ചെയ്ത ആളുകളായതുകൊണ്ടാണ് ഇവിടെ വരാനും ഇത് കേൾക്കാനും ഇവിടെ ഇരിക്കാനും സാധിക്കുന്നത്. അപ്പോൾ നാരായണ സ്മരണയോടുകൂടി മരിച്ചാൽ പിന്നെ ജനിക്കേണ്ടതില്ല. അതിനെന്ത് വേണം? ആ അന്ത്യകാലത്ത് ഈശ്വരസ്മരണയോടുകൂടി ഈ ദേഹത്തെ വിട്ട് ദേഹി പോകണമെങ്കിൽ നിരന്തരം സത്സംഗം ചെയ്യണം. ഇതുപോലെയുള്ള സജ്ജന സമാജങ്ങളിൽ പങ്കെടുത്ത് മനസ്സിനെയും ശരീരത്തെയുമൊക്കെ പാകപ്പെടുത്തണം. അങ്ങനെ ശ്രവണ കീർത്തനാദികളാൽ ഭഗവത് ഭക്തി സിദ്ധിക്കും. അതിന് ഉപകരിക്കുന്ന ഉത്തമ ശാസ്ത്ര ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഇത് ശാസ്ത്രമാണ്, വെറും പുരാണം ആയിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഇനി ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥാ പരിണാമങ്ങളെക്കുറിച്ച് പോലും ഇതിൽ എഴുതി വച്ചിരിക്കുന്നു. എത്രാം ദിവസം കൈയുണ്ടാകും, എത്രാം ദിവസം കാലുണ്ടാകും, എത്രാം ദിവസം തലമുടി ഉണ്ടാകും, എത്രാം ദിവസം നഖരോമങ്ങളുണ്ടാവും, എത്രാം ദിവസം സംവേദനക്ഷമതയുണ്ടാവും. ഇതേ വിഷയം തന്നെ അധ്യാത്മരാമായണത്തിൽ സമ്പാദിവാക്യത്തിൽ കാണാം. ഈ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഉപനിഷത്തുണ്ട്, ഗർഭോപനിഷത്ത്. എന്തിനധികം മോഡേൺ മെഡിസിൻ ഇത് കണ്ടുപിടിക്കുന്നത് സ്കാൻ ചെയ്യാനുള്ള ഉപകരണം കണ്ടുപിടിച്ചതിന് ശേഷമാണ്. അതിനെത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് വരെ അമ്മയ്ക്ക് നിർണ്ണയിക്കാനുള്ള ശാസ്ത്രം ഭാഗവതത്തിലും ഗർഭോപനിഷത്തിലും അധ്യാത്മരാമായണത്തിലും പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വെറും പുരാണമോ വെറും കഥകളോ ആണോ? ഇത് ശാസ്ത്രമാണ്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ്. അപ്പൊ ഭക്തിശാസ്ത്രമായ ശ്രീമദ് ഭാഗവതം സുഖമായി മരിക്കാൻ കൂടി ഉപയുക്തമായ ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. ശ്രീമദ് ഭാഗവതം എൻ്റെ അച്ഛൻ അവസാനമായി നിർമ്മിച്ചതും പുത്രനായ എനിക്ക് ഉപദേശിച്ചു തന്നതുമാണ്. ഭാഗവത ശ്രവണത്തിന് അങ്ങ് ഉത്തമനായ അധികാരിയാണ്. 7 ദിവസം കൊണ്ട് ഭാഗവതം ശ്രവണം ചെയ്ത് പരമസിദ്ധനായി അങ്ങയ്ക്ക് വൈകുണ്ഠത്തിലെത്താൻ കഴിയുന്നതാണ്. പരീക്ഷിത്തിനോട് പറയുകയാണ് ശുകബ്രഹ്മം. 7 ദിവസം മാത്രമാണല്ലോ ആയുസ് എന്ന് വിചാരിച്ച് കുണ്ഠിതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മുമ്പ് ആചാര്യൻ പറഞ്ഞതുപോലെ അനേകം ആളുകളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അല്പായുസുക്കളായ ആളുകളുടെ ഖട്വാങ്കൻ്റെ കഥ. ഖട്വാങ്കൻ എന്ന് പറയുന്ന രാജാവ് മുഹൂർത്തം മാത്രമേ ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കി തൻ്റെ മരണമെടുത്തു അറിഞ്ഞ് ഈശ്വരസ്മരണയോടുകൂടി മോക്ഷം പ്രാപിക്കാൻ സാധിച്ചു ഖട്വാങ്കന്. അങ്ങേക്ക് 7 ദിവസമില്ലേ? ആ 7 ദിവസം എന്ന് പറയുന്നത് വളരെ അധികമാണ്, ധാരാളമാണ്. അങ്ങനെ ശ്രീശുകൻ പരീക്ഷിത്തിനെ പറഞ്ഞു സമാധാനിപ്പിച്ചു. മനസ്സ് ഭഗവാങ്കൽ ഉറപ്പിച്ചു കിട്ടാൻ എന്തു വേണം? ഭഗവാന്റെ സ്ഥൂല രൂപത്തെ ധ്യാനിക്കണം. അതിൻ്റെ ക്രമമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. പാദാദി കേശമായും കേശാദി പാദമായും ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണമെന്നുള്ള വിധത്തെ പറഞ്ഞു കൊടുക്കും.
പിന്നീട് ആ സ്ഥൂലരൂപധാരണ സ്വാധീനമായാൽ ഭഗവാന്റെ സൂക്ഷ്മരൂപത്തെ ധ്യാനിക്കേണ്ട വിധി പറഞ്ഞു കൊടുത്തു. പദാതികേശമായും കേശാദിപാദമായും ധ്യാനിച്ച് മനസ്സാ സ്വരൂപത്തിൽ ഉറയ്ക്കണം. അങ്ങനെ സൂക്ഷ്മരൂപധ്യാനം സ്വാധീനമായ ഒരു സിദ്ധന് സമയമായി എന്ന് തോന്നിയാൽ മൂലാധാരം മുതൽ പ്രാണനെ പടിപടിയായി മേൽപോട്ട് കയറ്റി ബ്രഹ്മരന്ധ്രം ഭേദിച്ച് സ്ഥൂല സൂക്ഷ്മദേഹങ്ങളെ ഉപേക്ഷിച്ച് സദ്യോമുക്തി നേടാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ആജ്ഞ, അനാഹതം, വിശുദ്ധി ഇങ്ങനെയുള്ള 6 ആധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ കൂടി കടന്ന് യോഗികളൊക്കെ സമാധിയെ പ്രാപിക്കുന്നത് ഭ്രൂമധ്യം പിളർന്നിട്ടാണ്. ഒരു സമാധിപ്രായമാകുമ്പോഴേക്കും തല മുണ്ടനം ചെയ്യിക്കുകയൊക്കെ ചെയ്യും സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ. അങ്ങനെ ജീവനെ, പ്രാണനെ പടിപടിയായി മുകളിലോട്ട് കയറ്റി ആ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് സ്ഥൂല സൂക്ഷ്മദേഹങ്ങളെ ഉപേക്ഷിച്ച് സദ്യോമുക്തി നേടാം. മുക്തി തന്നെ പല വിധമുണ്ട്. സദ്യോമുക്തി, ക്രമമുക്തി, ഇങ്ങനെ പലതരത്തിലുള്ള മുക്തികളുണ്ട്. അങ്ങനെ തീവ്ര വൈരാഗ്യം വരാത്ത ഒരു ആളാണെങ്കിലോ ആ സൂക്ഷ്മദേഹത്തോടുകൂടി ഇന്ദ്രചന്ദ്രാദി ലോകങ്ങളിലൊക്കെ ചെന്ന് അവിടെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് ക്രമേണ ബ്രഹ്മലോകത്തെ പ്രാപിച്ച് ആ ദ്വിപരാർദ്ധാവസാനത്തിൽ ബ്രഹ്മാവിനോടുകൂടി ക്രമമുക്തിയെ പ്രാപിക്കാം. ഇപ്രകാരമുള്ള മോക്ഷങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീശുകന് ഉപദേശിക്കുകയാണ്, ഭാഗവത ശ്രവണവും കീർത്തനവും ഒക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം. വേദത്തില് സകാമഭജനം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ശ്രീശുഖബ്രഹ്മം ഉയർത്തിക്കാട്ടുന്നത് നിഷ്കാമ ഭക്തിയാണ്. ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുക, കാമനകളില്ലാതെ ഭഗവാനെ ഭജിക്കുക. ഭാഗവതത്തിൽ പറയും, ലക്ഷ്മിയെ ഭജിച്ചാൽ ധനം കിട്ടുമെന്നും അശ്വിനി ദേവന്മാരെ ഭജിച്ചാൽ ആയുരാരോഗ്യങ്ങൾ കിട്ടുമെന്നും ഗന്ധർവന്മാരെ ഭജിച്ചാൽ നല്ല രൂപസൗന്ദര്യം കിട്ടുമെന്നും പ്രജാപതി ഭജനത്താൽ ധാരാളം പ്രജകളുണ്ടാകുമെന്നും നല്ല ദാമ്പത്യം കിട്ടാൻ ദാമ്പത്യർത്ഥം ഉമാസതീം പാർവതീദേവിയെ, പാർവതീ പരമേശ്വരന്മാരെ ഭജിക്കണമെന്നുമൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നാനാകാമന്മാരായ ആളുകൾക്ക് നാനാവിധത്തിലുള്ളതായ ഉപാസനാ മാർഗങ്ങൾ പറയുന്നുണ്ട്. അത് ഫലപ്രദവുമാണ്. എന്നാൽ ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് സുഖം കിട്ടുമോ? സുഖമാണോ ഈ ലോകത്തിലെ ജീവിതം? നിങ്ങൾക്ക് സുഖകരമായി തോന്നുന്ന കാര്യം എനിക്ക് ദുഃഖകരമായിരിക്കും. നിങ്ങൾക്ക് പാൽപ്പായസം ഇഷ്ടമാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റായ ഞാൻ പാൽപ്പായസം കുടിച്ചാൽ എനിക്കത് സുഖമായിട്ട് തീരുമോ? അപ്പം നിങ്ങളുടെ സുഖം എനിക്ക് ദുഃഖമാണ്. രണ്ടും ഒരേ സാധന, പാൽപ്പായസ. അപ്പം എല്ലാം ഉണ്ടായാലും സുഖം മാത്രം കിട്ടുന്നില്ല. യഥാർത്ഥമായ സുഖം വിഷയസുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല. യഥാർത്ഥമായ സുഖം ഭക്തിയിൽ നിന്ന് മാത്രമുണ്ടാകുന്നതാണ്.
അതുകൊണ്ട് സകാമമെന്നോ നിഷ്കാമമെന്നോ ഭേദമില്ലാതെ ഭാഗവത കഥാശ്രവണ രൂപത്തിൽ ഭഗവത് ഭജനം ചെയ്യുമ്പോൾ സജ്ജനങ്ങളിൽ നിന്നുള്ള ആ 10 ദിവസത്തെ ആ കഥാപീയൂഷം കേൾക്കുക, അതുതന്നെയാണ് ഈ ജീവൻ്റെ പരമമായ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ശൗനകാദി മഹർഷിമാര് സൂതനോട് ചോദിച്ചു, സൂത, ഈശ്വര ഭജനം ചെയ്യാത്ത ജന്മം വ്യർത്ഥമാണ്, വിഷയലോലുപന്മാരുടെ ജീവിതം അത്യാഭാസമാണ്, ദുഃഖകരമാണ്, ശ്വാക്കളെ പോലെ പ്രഭുക്കന്മാരുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്നതിന് തുല്യമാണ്, പോർക്കിനെ പോലെ മലീമസമായ ജീവിതത്തിൽ രമിക്കുന്നതാണ്, ഒട്ടകത്തെ പോലെ വിഷമുള്ളുകൾ തിന്നുന്നതാണ്, കഴുതകളെ പോലെ ഇങ്ങനെ കുടുംബഭാരം ചുമന്ന് കഴിക്കുന്നതാണ്. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ചിന്തിക്കണ്ടേ? ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഈ മനുഷ്യജന്മം കൊണ്ട് എന്താണ് നേടേണ്ടത്? എന്താണ് സിദ്ധിക്കേണ്ടത്? സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ സേവിച്ച് ആ ഭജനാനന്ദം അനുഭവിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം. ജന്മലാഭ പരപുംസാം അന്ത്യേ നാരായണ സ്മൃതി. അന്ത്യകാലത്തെങ്കിലും ഈശ്വരസ്മരണയോടുകൂടി ഈ ദേഹത്തെ വിട്ട് ദേഹിക്ക് പോകാൻ സാധിക്കണം. അതുകൊണ്ട് ശ്രീ പരീക്ഷിത്തിന് ശ്രീശുകൻ പറഞ്ഞു കൊടുത്ത കഥകൾ ഞങ്ങൾക്കും പറഞ്ഞു തരണം. ഇങ്ങനെ ശ്രോതാക്കളുടെ താല്പര്യം അതിനനുസരിച്ചാണ് വക്താവ് ഓരോന്നും വിസ്തരിക്കുന്നത്. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ട മഹാരാജാവ് കൃതാർത്ഥനായി ദേഹഗേഹാദികളെ തീരെ വിസ്മരിച്ചു. നമുക്കിവിടെ ഇരിക്കുമ്പോൾ പല ചിന്തകളുണ്ട്. ഞാൻ ഈ ശരീരമാണ് എന്ന വിചാരമുള്ളപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പീഡകളൊക്കെ എന്നെയും ബാധിക്കും. മുട്ടിന് വേദന, നടക്കാൻ വയ്യ, തലയ്ക്ക് വേദന, വയറിന് വേദന, ഇതൊക്കെ ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞതായ വേദനകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ആ ദേഹഗേഹാദികളെയൊക്കെ വിസ്മരിച്ചു. ഭാഗവത ശ്രവണത്തിൽ അത്യാഗ്രഹമുണ്ടായി. ആഗ്രഹമല്ല ഉണ്ടായത്, അത്യാഗ്രഹമുണ്ടായി. ശ്രീശുകനോട് ചോദിച്ചു, അവിടുന്ന് പറയുന്ന കഥാശ്രവണത്താൽ അജ്ഞാനമെന്നെ വിട്ടുമാറുന്നു. അജ്ഞാനധ്വന്ദ വിധ്വംസ കോടിസൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. എൻ്റെ കാതുകൾക്ക് രസായനമായ ആ ഭഗവത് കഥകളല്ലയോ സൂത അവിടെ നിന്ന് പറഞ്ഞു തരണം. അവിടുന്ന് പറയുന്ന കഥാശ്രവണത്താൽ അജ്ഞാനം എന്നെ വിട്ടുമാറുന്നു. അജ്ഞാനധ്വന്ദ വിധ്വംസ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണ് ഭഗവത് കഥകൾ. അപ്പം വീണ്ടും വീണ്ടും ഭാഗവത കഥ പറഞ്ഞു തരണം, ഭഗവത് കഥകൾ പറഞ്ഞു തരണം. അത്ര താല്പര്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. പപ്രച്ഛചേമമേവാർത്ഥം യന്മാം പൃച്ഛത സത്തമ കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധാനോ മഹാമനാ. അവിടുന്ന് പറയുന്ന കഥകൾ കേട്ടിട്ട് അജ്ഞാനം എന്നെ വിട്ടുമാറുന്നു.
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതലായ ലീലകൾ ഈ ഭഗവാൻ എങ്ങനെയാണ് നടത്തുന്നത്? ഭഗവാൻ ഒറ്റയ്ക്കാണോ നടത്തുന്നത്, അതോ കൂട്ടുകാരാരെങ്കിലും കൂടിച്ചേർന്നിട്ടാണോ? ഭഗം ഉള്ളവനാണ് ഭഗവാൻ, ഭഗമുള്ളവളാണ് ഭഗവതി. ഐശ്വര്യസ്യ വീര്യസ്യ ജ്ഞാനസ്യ ശശശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഭഗൈതീര്യതേ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീയ, ജ്ഞാനം, ഇതൊക്കെ ആർക്കാണോ ആരിലാണോ ഒരുമിച്ച് ചേരുന്നത് അവൻ ഭഗവാൻ, ഭഗവതി. ഇപ്പം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ട്യാദി ലീലകൾ ഭഗവാൻ എങ്ങനെയാണ് നടത്തുന്നത്? പണ്ഡിതന്മാർക്ക് കൂടി അറിയാൻ പ്രയാസമായി ഈ വക ലീലാ രഹസ്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു തരണം. ഇങ്ങനെയുള്ള മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾ കേട്ട് സന്തുഷ്ടനായ ശ്രീശുകൻ ഭാഗവത ഉപദേശത്തിനുള്ള കഴിവ് തനിക്കുണ്ടാകുവാൻ വേണ്ടി സർവേശ്വരനായ ഭഗവാനെ സ്തുതിക്കുന്നു. ആ സ്തുതി വളരെ വിശേഷമായിട്ടുള്ളതാണ്. അതാണ് ശ്രീശുക സാരസ്വതം എന്ന നമ്മുടെ വിഷയം. നമുക്കതിൽ കൂടിയൊക്കെ ഒന്ന് ഓടിച്ച് കടന്നു പോകാം. ഈ 4-ാം അധ്യായത്തിൽ ജഗൽ സൃഷ്ടിയെ അധികരിച്ചുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യവും ശ്രീശുകൻ ബ്രഹ്മനാരദ സംവാദത്തിലൂടെ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതുമാണ്. തുര്യേ പരീക്ഷിത പൃഷ്ടം സൃഷ്ട്യാദിഹരിചേഷ്ടിതം ശുകേന ബ്രഹ്മതത്പുത്ര സംവാദേനോപവർണ്യതേ. ഇതാണ് ഈ 4-ാം അധ്യായത്തിലെ വിഷയം. ഇപ്പൊ സൂതൻ ശൗനകാദികളോട് പറയുകയാണ്, വയ്യാസകേരിതിവച തത്വനിശ്ചയമാത്മന ഉപധാര്യമതിം കൃഷ്ണ ഔത്തരേയസതിം യഥാത്. 4-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഔത്തരേയ, ഉത്തരാപുത്രനായ പരീക്ഷിത്ത് ആത്മനതത്വനിശ്ചയം, പരമാത്മാവിനെ സംബന്ധിച്ചുള്ളതായ യഥാർത്ഥ വസ്തുത ഇന്നതാണ് എന്ന് ബോധം വരുത്തുവാൻ ഉതകുന്ന വിധം വയ്യാസകേ വചയിതി. ശ്രീ ശുക മഹർഷിയുടെ വാക്ക് ഉപധാര്യ കേട്ടിട്ട് കൃഷ്ണേ സതീം മതിം വ്യധാത്, ശ്രീകൃഷ്ണ ഭഗവാങ്കൽ മതിം വ്യധാത്, ആ വിശുദ്ധമായ ബുദ്ധിയെ ഭക്തിപൂർവം ഉറപ്പിച്ചു, സമർപ്പിച്ചു. ആത്മജായ സുധാകാര പശുദ്രവിണ ബന്ധുഷു രാജ്യേ ച വികലേ നിത്യം വിരൂഢാം മമതാം ജഹൗ. മമതാം ജഹൗ, മമതകളൊക്കെ വിട്ടു, മമത്വാഭിമാനത്തെയൊക്കെ ഉപേക്ഷിച്ചു. അഹം മമ, ഈ 2 കാര്യങ്ങളെയും ഉപേക്ഷിച്ചു. ആത്മജായ സുധാകാര പശുദ്രവിണ ബന്ധുഷു, ശരീരം, ജായ ഭാര്യ, സുത മക്കള്, വീട്, അതുപോലെ ഗജതുരകാദി ആനയും കുതിരയും ഇങ്ങനെയൊക്കെ ഉള്ളതായ സമ്പത്തുകളൊക്കെ വിട്ടുകളഞ്ഞു. ബന്ധുക്കൾ എന്നിവയിലും അവികലേ രാജ്യേച്ച, കോട്ടവും കുറവുമില്ലാതെ രാജ്യത്തിലും നിത്യം വിരൂഢാം മമതാം ജഹൗ, ആ ഉറച്ചിരുന്നതായ വേരൂന്നി നിന്നിരുന്നതായ മമതയെ, മമത്വാഭിമാനത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ
അഹം മമേതി ഭാവം ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തെളിയൂ, ഭഗവാൻ വിളങ്ങൂ. ഭഗവാൻ അവതരിക്കുന്നത് എവിടെയാ? ദശമത്തിലാ. അതിനു മുമ്പ് പറയും ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. ആ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊക്കെ വിശുദ്ധി വന്നു കഴിയുമ്പോഴാണ് മനസ്സിൽ, ആ ഹൃദയ കുഹരത്തിൽ ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ മമത്വാഭിമാനം, വേരൂന്നി നിന്നതായ മമത്വാഭിമാനത്തെ ഉപേക്ഷിച്ചു. പപ്രച്ഛ ചേമമേവാർത്ഥം യന്മാം പൃച്ഛത സത്തമാ. കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധദാനോ മഹാമനാ. സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർഗികം ചയത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗദാ. ഭഗവാൻ വാസുദേവനില് ഉറച്ച ഭക്തി, മുഴുകിയ ഭക്തി, മുങ്ങിയ ഭക്തി. മഹാമനസ്കനായ രാജാവ്, മഹാമനസ്കനായ രാജാവ് സംസ്ഥാം വിജ്ഞായ, ആ മരണസമയത്തെക്കുറിച്ച് നിശ്ചിതമായി അറിഞ്ഞ്, നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് അറിയില്ല. ഡേറ്റ് ഓഫ് ഡെത്തും കൂടി അറിയാമായിരുന്നെങ്കിൽ ഇവിടെ നിറയെ ആളുകൾ കണ്ടേനെ. അല്ല, ഇന്നേക്ക് 7-ാം നാൾ മരിക്കുമെന്നറിയാമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച്, മഹാദേവനെ കെട്ടിപ്പിടിച്ച് കിടന്നേനെ. അപ്പൊ ത്രൈവർഗികം കർമ്മയച്ച സന്യസ്യ. ത്രൈവർഗികം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, ഇവയോട് ബന്ധപ്പെട്ട കർമ്മം ഏതാണോ അതിനെയൊക്കെ സന്യസ്യ, ഉപേക്ഷിച്ചിട്ട് ഭഗവതി വാസുദേവേ ദൃഢമാത്മഭാവം ഗദാ. ഭഗവാൻ വാസുദേവനില് ഉറച്ച ആ താതാത്മ്യഭാവത്തോടെ, ആ താതാത്മ്യഭാവത്തെ പ്രാപിച്ച് കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധദാന, കൃഷ്ണമാഹാത്മ്യങ്ങളെ ശ്രവിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു കൊണ്ട്. സത്തമാ, അല്ലയോ മുനിമുഖ്യന്മാരെ, യത് മാം പൃച്ഛത, യാതൊന്നിനെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുവോ, ഇമമേവ അർത്ഥം പപ്രച്ഛ, ഇതേ വിഷയത്തെ
പ്രപഞ്ചത്തെ, ഈ വിശ്വത്തെ ഭഗവാൻ ആത്മമായയാ യഥാ സൃജതേ, ഭഗവാൻ തൻ്റെ മായ കൊണ്ട് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഭൂയ ഏവ വിവിത്സാമി, അത് ഇനിയും ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. യഥാ ഗോപായേതി വിഭു യഥാ സംയച്ഛതേ പുന യാം യാം ശക്തിമുപാശ്രിത്യ പുരുശക്തി പരഃ പുമാൻ ആത്മാനം ക്രീഡയൻ ക്രീഡൻ കരോതി വികരോതി ച. വിഭു, വിഭു എന്ന് പറഞ്ഞാൽ സർവശക്തൻ, സർവേശ്വരൻ, ഓംനിപൊട്ടൻ്റ്, ഓംനീഷൻ എന്നൊക്കെ പറയുന്ന സർവശക്തൻ, സർവജ്ഞനുമായിട്ടുള്ള അവിടുന്ന്, അനന്തശക്തിമാനായ അവിടുന്ന്, പരഃപുമാൻ, പരമപുരുഷനായ അവിടുന്ന്, യഥാ ഗോപായയതി, ഏതു വിധത്തിലാണ് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നത്? യഥാ പുനഃസംയച്ഛതേ, ഏതു വിധത്തിലാണ് പിന്നീട് സംഹരിക്കുന്നത്? യാം യാം ശക്തിമുപാശ്രിത്യ, ഏതൊരു ശക്തിയെ അവലംബിച്ച് താൻ തന്നെയായ ബ്രഹ്മാദികളെ കളിപ്പിച്ചുകൊണ്ട്, ആ കളിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? കരോതി വികരോതി ച, ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, താറുമാറാക്കുന്നത് എങ്ങനെയാണ്? നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേ അദ്ഭുതകർമ്മണ ദുർവിഭാവ്യമിവാഭാതി കവിഭിശ്ചാഭിചേഷ്ടിതം. ലോ ബ്രഹ്മൻ അദ്ഭുതം കർമ്മണ, ആശ്ചര്യപ്പെടുത്തുന്നതായ പ്രവൃത്തികളുള്ള ഭഗവാൻ ശ്രീഹരിയുടെ ചേഷ്ടിതം, ചേഷ്ടിതം എന്ന് പറഞ്ഞാൽ ലീലാവിലാസം, കവിഭീ ദുർവിഭാവ്യം. കവി ക്രാന്തദർശിയാണ്. ക്രാന്തദർശികളായ ജ്ഞാനികളാൽ പോലും ദുർവിഭാവ്യം, വിഭാവനം ചെയ്യുന്നതിന് പ്രയാസമാണ്. ആഭാതി നൂനം, അങ്ങനെ തോന്നുന്നു. ക്രാന്തദർശികളായ കവികൾക്ക് പോലും ഈ വിഷയത്തിൽ സംശയം ജനിക്കുന്നു. യഥാ ഗുണാം തു പ്രകൃതേ ഉഗപദ ക്രമശോഭിവ ബിഭർത്തി ഭൂരിശസ്ത്വേക കുർവൻ കർമാണി ജന്മഭി. ഏകഹ തു, ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ അന്തര്യാമിയായിട്ടിരുന്ന് ഭൂരിശകർമാണി കുർവൻ, അനേകം കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് യുഗപദ്, ഒന്നിച്ചു തന്നെ പ്രകൃതേ ഗുണാൻ ബിഭർത്തി, ബിഭർത്തി എന്ന് പറഞ്ഞാൽ ധരിക്കുക, പ്രകൃതിയുടെ നാനാഗുണങ്ങളെ ധരിക്കുന്നുവോ. ജന്മഭി ക്രമശായഥ, പലവിധ അവതാരങ്ങളെ ക്രമത്തിലോ എങ്ങനെയാണ് എടുക്കുന്നത്? മേ ഏതൽ വിജികിത്സിതം ഭഗവാൻ, എനിക്ക് ഇത് സംശയമായിരിക്കുന്നു. സർവജ്ഞനായ അവിടുന്ന് യഥാബ്രവീതു, ഏതു വിധമാണ് എന്ന് പറഞ്ഞു തന്നാലും. ശബ്ദേ ബ്രഹ്മണി നിഷ്ണാതഃ പരസ്മിംശ്ച ഭവാൻ ഖലു. ശബ്ദേ, ശബ്ദാത്മകമായ ബ്രഹ്മത്തിൽ, ശബ്ദാത്മകമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം, ആ വേദത്തിലും പരസ്മിഞ്ച നിഷ്ണാത ഖലു, പരബ്രഹ്മതത്വാനുഭവത്തിലും നിഷ്ണാതനാണല്ലോ, പാരംഗതനാണല്ലോ, അതിനൊക്കെ മറുകര കണ്ടവനാണല്ലോ. അങ്ങനെ ഇത്യുപാമന്ത്രിതോ രാജ, അപ്പൊ സൂതൻ പറയുകയാണ്, ഇത്യുപാമന്ത്രിതോ രാജ ഗുണാനുകഥനേ ഹരേ ഋഷീകേശമനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ.
ഹരേഹേ ഗുണാനുകഥനേ രാജ്ഞാ ഇതി ഉപാമന്ത്രിത. ഭഗവാൻ ശ്രീഹരിയുടെ ഗുണങ്ങളെ തുടർന്ന് പറയണമെന്ന് രാജാവിനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഋഷികേശമനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ, ആ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് ആരംഭിച്ചു. ശ്രീശുകം പറഞ്ഞു, നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവർത്മനെ. സദുദ്ഭവസ്ഥാന നിരോധലീലയാ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുവായ ലീലയാൽ ഗൃഹീതശക്തിത്രിതയായ സ്വീകരിക്കപ്പെട്ട ശക്തിയോടുകൂടിയവനായി ദേഹിനാം അന്തർഭവായ ശരീരികളുടെ ശരീരമെടുത്തവരുടെ അന്തർഭാഗത്തു കുടികൊള്ളുന്നവനായി അനുപലക്ഷ്യവർത്മനെ കാണുവാനാവാത്ത മാർഗത്തോടു കൂടിയവനായി ഭൂയസേ പരസ്മൈ പുരുഷായ നമ. അങ്ങനെയുള്ള അളക്കാൻ പറ്റാത്തതായ മഹിമയോടുകൂടിയവനായി പുരുഷനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അളക്കാൻ പറ്റാത്ത മഹിമയോടുകൂടിയ പുരുഷന് നമസ്കാരം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അമേയാത്മാ, അളന്നെടുക്കാൻ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ശക്തികളോട് ഗുണങ്ങളോട് കൂടിയവനാണ്. ഭൂയോ നമഃ സത്പ്രജിനച്ഛിദേ സദാ അസംഭവായ അഖില സത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. സത്വൃജിനച്ഛിദേ, സത്തുക്കളുടെ ധാർമ്മികന്മാരായ ആളുകളുടെ ദുഃഖത്തിൻ്റെ വേരറുക്കുന്നവൻ. ഭഗവാന് മറ്റൊരു വിശേഷണം കൊടുക്കുകയാണ്, സജ്ജനങ്ങളുടെ ദുഃഖത്തിൻ്റെ വേരറുക്കുന്നവൻ. അങ്ങനെയുള്ള അതുപോലെ തന്നെ അസതാമസംഭവായ അസത്തുക്കളുടെ അനുൽപ്പത്തിക്ക് കാരണക്കാരൻ അഖില സത്വമൂർത്തയെ, സകല ചരാചര സ്വരൂപൻ, ചലിക്കുന്നവയുടെയും ചലിക്കാത്തവയുടെയും സ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം സ്വരൂപമായിട്ടുള്ളവൻ. അഖില സത്വമൂർത്തയെ പുനഃ പാരമഹംസ്യാശ്രമേ. അതും കൂടാതെ അതിനു പുറമേ പരമഹംസന്മാരെ സംബന്ധിച്ച ആശ്രമത്തിൽ വ്യവസ്ഥിതാനാം നിഷ്ഠ പൂണ്ടിരിക്കുന്ന പുംസാം ജനങ്ങൾക്ക് അനുമൃഗ്യദാശുഷേ തേടിയെത്തുന്നവർക്ക് വേണ്ടതായ തത്വത്തെ പ്രദാനം ചെയ്യുന്ന ആ പരമപുരുഷനായി വീണ്ടും വീണ്ടും ഭൂയോ ഭൂയോ നമ, വീണ്ടും വീണ്ടും നമസ്കാരം, വീണ്ടും വീണ്ടും വീണു തൊഴുകയാണ്. ഭൂയോ ഭൂയോ നമ. നമോ നമസ്തേ സ്തൃഷഭായ സത്വതാം വിദൂരകാഷ്ഠായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമ. സാത്വതാം വൃഷഭായ, സജ്ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ പരിപാലകനായും കുയോഗിനാം ഭക്തിഹീനന്മാരായ കുത്സിതന്മാരായ ആളുകൾക്ക് മുഹു വിദൂരകാഷ്ഠായ വളരെ ദൂരത്തിലുള്ളവനായും ഇരിക്കുന്ന ഇന്ദിരുവടിക്കായി നമ നമാസ്തു, വീണ്ടും വീണ്ടും നമസ്കാരം.
നിരസ്ത സാമ്യാതിശയേന രാധസ, നിരതിശയമായ ഐശ്വര്യത്തോടുകൂടിയ ആ സ്വരൂപത്തോടുകൂടിയ ബ്രഹ്മണി രംസ്യതേ നമ, ബ്രഹ്മത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനായിട്ട് നമസ്കാരം. ഭഗവാനെ പലതരത്തിൽ സ്തുതിക്കുകയാണ്. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യത് വന്ദനം യത് ശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ആ മംഗളകീർത്തി എഴുന്ന ആ പരമപുരുഷന് അനേക കോടി നമസ്കാരം. യൽ കീർത്തനം യൽ സ്മരണം യദീക്ഷണം യത് വന്ദനം. യാതൊരുവനെ കീർത്തിക്കുന്നതും യാതൊരുവനെ സ്തുതിക്കുന്നതും യാതൊരുവനെ ദർശിക്കുന്നതും യാതൊരുവനെ വന്ദിക്കുന്നതും യാതൊരുവനെ പറ്റി കേൾക്കുന്നതും യദർഹണം യാതൊരുവനെ പൂജിക്കുന്നതും ലോകസ്യ കൽമഷം സദ്യാവിനോ വിധുനോതി. ലോകത്തിൻ്റെ തന്നെ ജീവലോകത്തിൻ്റെ കൽമഷത്തെ ഉടനടി അകറ്റുന്നുവോ. തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ആ മംഗളകീർത്തിയോടുകൂടിയ സുഭദ്രശ്രവസ് ആ പരമപുരുഷന് നമസ്കാരം. വിചക്ഷണായ ചരണോപസാദനാത്. വിവേകികളായ ആളുകള് യാതൊരുവൻ്റെ തൃപ്പാദങ്ങളെ ഭജിക്കുകയാൽ വിചക്ഷണായ ചരണോപസാദനാൽ സംഗം വിദസ്യോഭയതൊന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിവേകികളായ ആളുകൾ. ഇപ്പം മുമ്പ് ചോദിച്ചില്ലേ, ഭക്തന്മാരായ ആളുകൾ ചിലര് ഭഗവാനെ ഉപാസിക്കുന്നു, ചിലര് ഭഗവത് വിമുഖന്മാരായി കഴിയുന്നു. എന്താണ് ഇവരുടെയൊക്കെ അനുഭവം അവസ്ഥ എന്നൊക്കെ ചോദിച്ചതിന് പറയുക, വിചക്ഷണായ ചരണോപസാദനാത്. വിവേകികളായ ആളുകൾ യാതൊരുവൻ്റെ തൃപ്പാദങ്ങളെ ഭജിക്കുകയാൽ ഉഭയതഃ ഇഹലോകത്തും പരലോകത്തും അന്തരാത്മനസംഗം, മനസ്സിൻ്റെ ആ സംഘത്തെ ആസക്തിയെ വിദസ്യ കൈവിടിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ഗതക്ലമാ ദുഃഖമില്ലാതെ ആയാസമില്ലാതെ ആയാസരഹിതമായി ബ്രഹ്മഗതിം വിന്ദന്തിഹി ബ്രഹ്മഗതിയെ പ്രാപിക്കുന്നുവോ. സുഭദ്രശ്രവസേ തസ്മൈ നമോ നമഃ. ആ മംഗളകീർത്തിയോടുകൂടിയ സുഭദ്രശ്രവസിനായി പരമപുരുഷനായി അനേകം നമസ്കാരം. തപസ്വിനോ ദാനപരായ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗള ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനഃ, തപസ്വികള്, തപസ്സനുഷ്ഠിക്കുന്നതായ ആളുകള്. മുമ്പ് പറഞ്ഞു, ഭഗവാനെ സകാമനായോ നിഷ്കാമനായോ ഭജിക്കാം. കാമനകളെ ഉള്ളിൽ വെച്ചുകൊണ്ടോ യാതൊരു കാമനകളും ഉള്ളിൽ വെക്കാതെയോ ഭഗവാനെ ഭജിക്കാം. തപസ്വിന ദാനപരാഹ, ദാനതൽപരന്മാരായ ആളുകള്. യശസ്വിന മനസ്സിന, കീർത്തിന്മാന്മാരായ ആളുകള്. മനഃശക്തിയുള്ള യോഗികളായ ആളുകള്. മന്ത്രവിദ, മന്ത്രവിത്തുക്കളായ ആളുകള്, മന്ത്രമറിയാവുന്ന ആളുകള്. സുമംഗല, സദാചാര നിഷ്ഠയുള്ള ആളുകള്. അവരെല്ലാം യദർപ്പണം വിന, അവരവരുടെ സാധനകളെ യാതൊരുവനിൽ സമർപ്പിച്ചാലല്ലാതെ ക്ഷേമം ന വിന്ദന്തി, ക്ഷേമത്തെ പ്രാപിക്കുന്നില്ലയോ. സുഭദ്രശ്രവസേ തസ്മൈ നമോ നമഃ.
ആ മംഗലകീർത്തി എഴുന്ന ആ പരമശ്രേയസ്സോടുകൂടിയ ആ പരമപുരുഷന് അനേകം നമസ്കാരം. കുറേ ആളുകളുടെ പേര് പറയും. കിരാത ഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസ ആഭീര കങ്കായവനാഗസാദയ യന്യേ ച പാപാ യദുപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. അനേകം ആളുകൾ ഭഗവാനെ പലതരത്തിൽ ഭജിച്ച് സായുജ്യമടഞ്ഞ ആളുകളുണ്ട്. സദ്യോമുക്തിയും ക്രമമുക്തിയും ഒക്കെ നേടിയ അനേകം ആളുകളുണ്ട്. കിരാതന്മാര്, കിരാത ഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസ, ഹൂണന്മാര്, ആന്ധ്രന്മാര്, പുളിന്ദന്മാര്, പുൽക്കസന്മാര്, ആഭീര കങ്ക, ആഭീരന്മാര്, കങ്കന്മാര്, യവനന്മാര്, ഘസാദയ, ഘസന്മാര് തുടങ്ങി ജന്മപാപികളായ ആളുകൾ. അന്യേചയേ പാപ, വേറെ ഏതെല്ലാം പാപികളുണ്ടോ അവരും. യദുപാശ്രയ, യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചുകൊണ്ട് ശുദ്ധ്യന്തി, വിശുദ്ധരായി ഭവിക്കുന്നുവോ തസ്മൈ പ്രഭവിഷ്ണവേ നമ. അങ്ങനെയുള്ള സർവശക്തിമാനായിക്കൊണ്ട് നമസ്കാരം. ഇപ്പോൾ ഭക്തന്മാരുടെ കാല് പിടിച്ചാലും മതി. യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിക്കുന്നുവോ. അതല്ലേ ഗജേന്ദ്രമോക്ഷം കഥ കാണിച്ചു തരുന്നത്. ആദ്യം ആർക്കാ മോക്ഷം കൊടുത്തത്? കാലിൽ പിടിച്ച മുതലയ്ക്ക് ആദ്യം മോക്ഷം കൊടുത്തു അല്ലേ. അപ്പൊ ഭക്തന്മാരുടെ കാല് പിടിച്ചാലും മതി ഐശ്വര്യമുണ്ടാവാനായിട്ട്. അപ്പോൾ ഭക്തിമാർഗത്തിന് തടസ്സം നിൽക്കരുത്. സ ഏഷ ആത്മാത്മവദാമധീശ്വര ത്രയീമയോ ധർമ്മമയ തപോമയ ഗതവ്യളീകൈ അജശങ്കരാദി വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ഭഗവാൻ പ്രസീദതാം. ഭഗവാൻ പ്രസന്നനാവണം, പ്രസാദിക്കണം. ആർക്ക്? ആത്മവതാം ആത്മാ. സ്ഥിരപ്രജ്ഞരായ ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപമായി. ഭഗവാൻ ഗീതയിൽ ചോദിക്കുകയല്ലേ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്യ കേശവ. സ്ഥിതപ്രജ്ഞ ആയ ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപമായും അധീശ്വര, ഭക്തന്മാർക്ക് അധീശ്വരനായും മഹാപ്രഭുവായും ത്രയീമയ, കർമ്മഠന്മാരായ ആളുകൾക്ക് വേദാത്മകനായും ധർമ്മമയ, ധാർമ്മികന്മാരായ ആളുകൾക്ക് ധർമ്മമയ, ധർമ്മമൂർത്തിയായും തപോമയ, തപസ്വികളായ ആളുകൾക്ക് തപസ്സിൻ്റെ സ്വരൂപമായിട്ടും ഗതവ്യളീകൈ, കാപട്യമില്ലാത്ത ഹൃദയമുള്ളവർക്ക് നിഷ്കപടന്മാരായ ആളുകൾക്ക് അജശങ്കരാദിഭി, ബ്രഹ്മരുദ്രാദി ദേവപ്രമുഖന്മാരാൽ വിതർക്യലിംഗ, വിസ്മയത്തോടെ വീക്ഷിക്കപ്പെടാവുന്ന സ്വരൂപത്തോടു കൂടിയവനായും ഇരിക്കുന്ന സയേഷ ഭഗവാൻ പ്രസീദത, ആയി ജ്ഞാനൈശ്വര്യാദി പരിപൂർണൻ പ്രസാദിക്കണേ. മുമ്പ് ഞാൻ പറഞ്ഞു ആരാ ഭഗവാൻ എന്ന് പറഞ്ഞു. ഐശ്വര്യവും വീര്യവും ശ്രീയും യശസ്സും ജ്ഞാനവും ഒക്കെയുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ജ്ഞാനൈശ്വര്യാദി പരിപൂർണനായ അവിടുന്ന് പ്രസാദിക്കണമേ. ശ്രിയഃപതി യജ്ഞപതി പ്രജാപതി ധിയാംപതിർലോകപതിർധരാപതി പതിർഗതിശ്ചന്ധകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ശ്രിയപ്പതി, ഭഗവാൻ ശ്രീപതിയാണ്, മഹാലക്ഷ്മിയുടെ ഭർത്താവാണ്. യജ്ഞപതി, യജ്ഞങ്ങളുടെ പരിപാലകനാണ്.
ശ്രിയപ്പതി യജ്ഞപതി, പിന്നെയോ പ്രജാപതിയാണ്, പ്രജകളുടെ രക്ഷിതാവാണ്. ധിയാംപതി, അന്ധക്കരണ വൃത്തികളുടെ പ്രേരകനാണ്. നിങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിക്കുന്നതും ഇത് കേൾപ്പിക്കുന്നതും എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നതുമൊക്കെ ആ ധിയാംപതിയാണ്, അന്ധക്കരണ വൃത്തികളുടെ പതിയായ ഭഗവാനാണ്. ലോകപതി ധരാപതി, അവിടുന്ന് ലോകനായകനാണ്. ധരാപതിയാണ്, ഭൂമിപതിയാണ്, ഭൂപതിയാണ്. അന്ധക വൃഷ്ണി സാത്വതാംപതി, അന്ധകന്മാര്, വൃഷ്ണികള്, യാദവന്മാര്, അവരുടെ ഒക്കെ പ്രഭുവാണ്. ഇത് മാത്രമല്ല ഗതിഹീച്ച, അവർക്കൊക്കെ ഗതിയെ നൽകുന്നവനുമാണ്. സദാംപതി ഭഗവാൻ പ്രസീദതാം, അങ്ങനെയൊക്കെയുള്ളതായ സത്തുക്കളുടെ സജ്ജനങ്ങളുടെ സംരക്ഷകനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെക്കുറിച്ച് പ്രസാദിക്കണേ. സ്തുതിച്ചിട്ടും സ്തുതിച്ചിട്ടും മതിയാവുന്നില്ല, വീണ്ടും വീണ്ടും ഭഗവാനെ സ്തുതിക്കുകയാണ്. യദംഘ്ര്യനുധ്യാന സമാധിധൗതയാ ധിയാനുപശ്യന്തി ഹി തത്വമാത്മനാ വദന്തി ചൈതത് കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. യദംഘ്ര്യനുധ്യാന സമാധിധൗതയാ, യാതൊരുവൻ്റെ പാദധ്യാനമാകുന്ന സമാധിയിൽ ധൗതയ, അഴുക്കൊക്കെ നീക്കപ്പെട്ട ധിയ, ആ ബുദ്ധി കൊണ്ട് കവയഹ, കവികള്, വിദ്വാൻമാരായ ആളുകള്, പണ്ഡിതന്മാരായ ആളുകള്, ആത്മന തത്വം ഹി അനുപശ്യതി, ആത്മതത്വത്തെ, ആത്മാവിൻ്റെ തത്വത്തെ ശരിക്ക് അനുപശ്യന്തി, കാണുകയും സാക്ഷാത്കരിക്കുകയും യഥാരുചം, അവരവരുടെ രുചിക്കനുസരിച്ച്, പ്രതിഭയ്ക്കനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ച് ഏതത് വദന്തി, ഇതിനെ വർണ്ണിക്കുകയും ചെയ്യുന്നുവോ, സമുകുന്ദ ഭഗവാൻ മേ പ്രസീദതാ, ആ ഭഗവാൻ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കണേ, എന്നെക്കുറിച്ച് ആ ഭഗവാൻ പ്രസാദിക്കണേ. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വദാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂത്കിലാസ്യത സമേ ഋഷീണാം വൃഷഭ പ്രസീദത. പുരാ അസ്യ ഹൃദി, പണ്ട്, ഏത് പണ്ട്, സൃഷ്ടിയുടെ ആരംഭത്തില് അജസ്യ ഹൃദി, അജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ജന്മമില്ലാത്തവൻ, നാശമില്ലാത്തവൻ, ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേണ്ട വിധത്തിലുള്ള സ്മൃതിം വിതന്വത, ആ പൂർവസ്മരണയെ ഉണർത്തിക്കൊടുത്തുകൊണ്ടിരുന്ന ഏന പ്രചോദിത, യാതൊരുവനാൽ പ്രേരിതനായിട്ട് സരസ്വതി, ആ വിദ്യാദേവതയായ സരസ്വതി സ്വലക്ഷണയാ, തൻ്റെ ലക്ഷണങ്ങളോടുകൂടിയ ആസ്യത, മുഖത്തിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് പ്രാദുരഭൂത്കില, പ്രത്യക്ഷീഭവിച്ചു പോലും. ഋഷീണാം ഋഷഭ, ജ്ഞാനദാതാക്കളിൽ വെച്ച്, ഋഷീണാം ഋഷഭ, ജ്ഞാനദാതാക്കളിൽ വെച്ച് ഋഷഭനായിട്ടുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള, സമേ പ്രസീദത, ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ, എന്നെക്കുറിച്ച് ഓർത്ത് ആ ഭഗവാൻ പ്രസാദിക്കണേ. ഇനി അതിശ്രേഷ്ഠമായ സ്തുതി സുഖസാരസ്വതം. ഭൂതൈർമഹദ്ഭ്യരിയമാ പുരോ വിഭൂ നിർമായശേദേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. യഹാ വിഭുഹു, യാതൊരു വിഭു, യാതൊരു സർവശക്തൻ, മഹദ്ഭീഭൂതൈ,
പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ഇമാപുരഹ, ഈ പുരങ്ങളെ, ഈ ശരീരങ്ങളെ, പഞ്ചമഹാഭൂതങ്ങൾ പൃഥ്വി, അപ്പ്, വായു, ജലം, ആകാശം, അഗ്നി, ആകാശം, ഇങ്ങനെയുള്ളതായ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ഈ പുരങ്ങളെ, ഈ ശരീരങ്ങളെ നിർമ്മിച്ചിട്ട്, പുരി എന്ന് പറഞ്ഞാൽ ദേഹം, പുരിശേതേ ഇതി പുരുഷ, ഈ ദേഹത്തിൽ അന്തര്യാമിയായി കുടികൊള്ളുന്നതാണ് ജീവചൈതന്യം. അതുകൊണ്ടാണ് പുരുഷൻ എന്ന് വിളിക്കുക. പുരിശേതേ ഇതി പുരുഷ. അങ്ങനെ ഇമാപുര, ഈ പുരങ്ങളെ, ശരീരങ്ങളെ നിർമ്മിച്ചിട്ട് അമൂഷുശേതേ, ഇവയിൽ അന്തര്യാമിയായിട്ട് ശയിക്കുന്നത്. എത്ത് അതുമൂലം, തന്മൂലം പുരുഷ, പുരുഷൻ എന്ന പേര് ധരിച്ചുകൊണ്ട് ഷോഡശഗുണാൻ, 16 പ്രകൃതി ഗുണങ്ങളെ ഷോഡശാത്മക, 16ൻ്റെയും ഉത്തേജകനായിരുന്ന് ഭുങ്ക്തേ, പ്രകാശിപ്പിക്കുന്നത്. എന്തായി ഷോഡശഗുണാൻ? ഷോഡശം എന്ന് പറഞ്ഞാൽ ദശം 10, ഷഡ് 6, ഷോഡശം 16. ഷോഡശഗുണാൻ മനസ്സ്, അതുപോലെ മനസ്സുൾപ്പെടെയുള്ള പിന്നീടുള്ള 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ, ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ജിഹ്വാഘ്രാണം, ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നീട് മനസ്സ്. അപ്പോൾ 5 5 10, 1 11. പിന്നീട് ഇന്ദ്രിയങ്ങൾ 10, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പിന്നീട് പഞ്ചഭൂതങ്ങൾ, പൃഥ്വി, അപ്പ്, ആകാശം, അഗ്നി, വായു, ഇങ്ങനെ 5 5 10 1 11 5 16. ഇങ്ങനെ ഷോഡശഗുണാൻ ഷോഡശാത്മക, 16 പ്രകൃതി ഗുണങ്ങളെ, അല്ലെ 16ൻ്റെയും ഉത്തേജകനായിരുന്ന് ഭുങ്ക്തേ, പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുവോ സ ഭഗവാൻ, ആ ഭഗവാൻ മേ വചാംസി അലങ്കൃഷിഷ്ട, എൻ്റെ വാക്കുകളെ ചമത്കാരമുള്ളതാക്കട്ടെ, അലങ്കാരമുള്ളതാക്കട്ടെ. ഭൂതേർമഹദ്ഭര്യയിമാ പുരോ വിഭു നിർമായശേദേയതമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. സൗമ്യ, ശാന്തന്മാരായ ഭക്തന്മാര് ജ്ഞാനമയം, ജ്ഞാനം തന്നെയാവുന്ന യന്മുഖാംബുരുഹാസവം, യാതൊരാളുടെ ആ മുഖാരവിന്ദ മധുവിനെ പപ്പുഹു പാനം ചെയ്യുന്നുവോ, അമിത തേജസ്സേ, അളവറ്റ തേജസ്സോടുകൂടിയ ഭഗവതേ, സർവജ്ഞനായുള്ള തസ്മൈ വ്യാസായ തേ നമ, ആ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യദാത് സാക്ഷാത് യദാഹ ഹരിരാത്മന. രാജൻ
ഏതത് ഏവ വിപൃച്ഛതേ. അല്ലയോ പരീക്ഷിത്തേ, ഏതദേവ ഇതിനെ തന്നെ വിപൃച്ഛതേ ചോദിച്ച നാരദായ, നാരദ മഹർഷിക്ക് വേദഗർഭ, വേദത്തിൻ്റെ ഗർഭമായ ഉറവിടമായ ആത്മഭൂ ബ്രഹ്മദേവൻ അഭ്യദാത് ഉപദേശിക്കുകയുണ്ടായി. ഇതേ കാര്യം തന്നെ മുമ്പ് നാരദ മഹർഷിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചിട്ടുണ്ട്. യൽ സാക്ഷാത്കരിഹി, യാതൊന്നാണോ ശരിക്കും ശ്രീ വാസുദേവൻ ആത്മന ആഹാ തനിക്കും ഉപദേശിച്ചു തന്നത്. അങ്ങനെ ശ്രീശുക വചനത്താൽ ഭൗതിക വിഷയമായ ആത്യന്തികമായ വിരക്തിയിലെത്തിയ രാജാവ് സർവേശ്വരൻ്റെ സൃഷ്ട്യാദിലീലകളെ കേൾപ്പാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ഇഷ്ടദേവത ഗുരുവന്ദന രൂപമായ ഉപക്രമത്തോടെ ആ പ്രവചനം തുടരുകയാണ്. ഈ അധ്യായത്തെ കൊണ്ട് ആ ശുക സാരസ്വതം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഭൂതൈർമഹദ്ഭരിയൈമാ പുരോ വിഭു നിർമായശേദേയതമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യദാൽ സാക്ഷാത് യദാഹ ഹരിരാത്മനാ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഇതുവരെ ശുഖസാരസ്വത എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ചത് ആദരണീയനായ ശ്രീ മനോജ് ശാസ്ത്രി പൊൻകുന്ദം അവർകളാണ്. അദ്ദേഹത്തിനെ നന്ദി രേഖപ്പെടുത്തുന്നു.